കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ ഒരു സ്വകാര്യ സ്ഥാപനം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വഴികാട്ടിയാകുവാൻ സ്ഥാപിച്ച ദിശാ ബോർഡുകളിൽ ഒന്നാണിത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബോർഡിന്റെ സേവനം ഇപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MC റോഡും വൈക്കം പാല റോഡും സന്ധിക്കുന്ന സെൻട്രൽ ജംഗ്ഷനിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് പലപ്പോഴും വഴിമാറിപ്പോകുന്ന പതിവുണ്ട്. ഇത് സ്ഥിരമായതോടെയാണ് സ്ഥാനത്തെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം ദിശാ ബോർഡ് ഇവിടെ സ്ഥാപിച്ചത്. സോളാർ പാനലിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ദിശാ ബോർഡ് രാത്രിയിലും പകലിലും ഒരേപോലെ തന്നെ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഉപകാരപ്രദമായിരുന്നു. എന്നാൽ പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംഘടനകളും പ്രസ്ഥാനങ്ങളും ഈ ദിശാ ബോർഡിന് ചുറ്റും ബോർഡുകളും പോസ്റ്ററുകളും ബാനറുകളും കട്ടൌട്ടുകളും സ്ഥാപിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ ദിശാ ബോർഡിന്റെ പ്രയോജനം അന്യമായിരിക്കുകയാണ്. ദിശാ ബോർഡിന്റെ സാന്നിധ്യം മറയ്ക്കുന്ന രീതിയിൽ ബോർഡുകൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും പിന്നിലല്ല എന്നുള്ളതാണ് കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിലെ സ്ഥിതി. അനധികൃതമായി സ്ഥാപിക്കുന്ന ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനാകട്ടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ മറ്റ് ഉദ്യോഗസ്ഥരോ തയ്യാറാവാത്തതും ഈ അനാസ്ഥയ്ക്ക് വലിയ വഴിതെളിക്കുകയാണ്. വിവിധ സംഘടനകൾ സമ്മേളനങ്ങളോടും പൊതുയോഗങ്ങളോടും അനുബന്ധിച്ചാണ് ഇവിടെ വലിയ കൂറ്റൻ ബോർഡ്. വൈക്കം പാല റോഡും MC റോഡും വേർതിരിയുന്ന ഇവിടെ പലപ്പോഴും MC റോഡിലൂടെ പോകേണ്ടുന്ന വാഹനങ്ങൾ വഴിതെറ്റി വൈക്കം റോഡിലേക്ക് പ്രവേശിക്കുന്നത് വളരെ സാധാരണ സംഭവമായിരിക്കുകയാണ്. രാത്രിയിൽ ലൈറ്റുകളടക്കം പ്രകാശിക്കുന്ന ഈ ബോർഡ് ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന വിധമാണ് സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിലും പ്രചരണ ബോർഡുകൾ മറയ്ക്കുന്നത് മൂലം ബോർഡിന്റെ സേവനം അന്യമാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ ഗ്രാമപഞ്ചായത്ത് അധികൃതരോ രംഗത്തെത്തി ദിശാ ബോർഡിന്റെ സേവനം വാഹനങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടും വിധം നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനകീയ ആവശ്യം ഉയർന്നിരിക്കുന്നത്.